എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് അറിയുക, അതുപോലെ എങ്ങനെയാണ് നിങ്ങൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുക, അതുപോലെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയണമെങ്കിൽ സ്കൂളിൻ്റെ കോഡ് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഹൈസ്കൂളിൻ്റെ കോഡ് അറിയുക എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സ്കൂൾ വൈസ് റിസൾട്ട് 2 വെബ്സൈറ്റുകളുമായി നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ അത് 2 വീഡിയോ ആയിട്ടാണ് ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് 1 പാർട്ട് 2 ഈ ഒരു രീതിയിൽ 2 വീഡിയോകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റ് വഴിയാണോ ഈ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്നത് അതിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഈ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ ഈ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റാണ് results.kite.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ടും പരിശോധിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ഇവിടെ കേരള SSLC റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഈ ഒരു രജിസ്റ്റർ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനുള്ള ഭാഗമുണ്ട്, അവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ഓപ്ഷനും അതുപോലെ നിങ്ങളുടെ റിസൾട്ടിൻ്റെ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പോൾ റിസൾട്ട് ഡീറ്റെയിൽസ് ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രിൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് PDF രൂപത്തിലായിട്ട് നിങ്ങളുടെ റിസൾട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു PDF രൂപത്തിൽ നിങ്ങളുടെ ആ ഒരു റിസൾട്ടിൻ്റെ പ്രിൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും റീവാലുവേഷൻ കാര്യങ്ങൾക്കൊക്കെ ആവശ്യമാണെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് പരിശോധിക്കാം. ഇനി സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കുക എന്നത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ള അതായത് ഈ ഒരു results.kite.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മുകളിലായിട്ട് തന്നെ കൊടുത്തത് കാണാം. അപ്പോൾ അതായത് ഇവിടെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ റിസൾട്ട് പരിശോധിക്കുന്നതിൻ്റെ മുകളിലായിട്ട് തന്നെ സ്കൂൾ വൈസ് റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിസൾട്ട് അനാലിസിസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ ഓരോ വിദ്യാർത്ഥികൾക്ക്, അതായത് എത്ര വിദ്യാർത്ഥികൾക്ക് A+ കിട്ടി, ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ള ജില്ല ഏത്, ഓരോ ജില്ലയിലും വിജയശതമാനം എത്ര, ടോട്ടൽ വിജയശതമാനം എത്രയുണ്ട് എന്നിങ്ങനെയുള്ളത് അറിയണമെങ്കിൽ റിസൾട്ട് അനാലിസിസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് അനാലിസിസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കേരളത്തിലെ ഈ ഒരു SSLC പരീക്ഷയുടെ വിജയശതമാനവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു പേജ് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജ് ലോഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും SSLC റിസൾട്ട് അനാലിസിസ് സഫലം 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ എത്ര വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട് എന്നത് നോക്കാം. അപ്പോൾ ഇവിടെ 61,451 വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. ഉയർന്ന വിജയശതമാനമുള്ള ജില്ല കണ്ണൂരാണ്. അതുപോലെ തന്നെ 100% വിജയം നേടിയ സ്കൂളുകൾ 2304 സ്കൂളുകളാണ്. അതുപോലെ തന്നെ ഈ ഒരു ഓരോ ജില്ലയിലും എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, പെർസെൻറ്റേജ് വിജയശതമാനം ആ ഒരു ജില്ലയിലേത് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റിസൾട്ട് ഈ ഒരു ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഈ ഒരു പരീക്ഷ എഴുതിയ എത്ര വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ അതിൽ ജയിച്ച വിദ്യാർത്ഥികൾ, ഫെയിൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ എത്രയുണ്ട്, അതുപോലെ ഫുൾ A+ നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ എത്ര ബോയ്സിന് കിട്ടിയിട്ടുണ്ട്, എത്ര ഗേൾസിന് അതായത് ഗേൾസിന് ഈ ഒരു ഫുൾ A+ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ എത്രയാണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ A+ ഡിസ്ട്രിക്ട് വൈസ് എന്നുള്ളത് കൊടുത്തിട്ടില്ല. ഇവിടെ അതായത് ഈ ഒരു അതിൻ്റെ ഗ്രാഫ് ലോഡായിട്ട് വരായിട്ടാണ്. നേരത്തെ ആ ഒരു ഗ്രാഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നെറ്റിൻ്റെ ആ ഒരു ഇഷ്യൂ കൊണ്ടായിരിക്കും. അപ്പോൾ ഓവറോൾ റിസൾട്ട് പെർസെൻറ്റേജ് 99.5% ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് നേരത്തെയുള്ള ആ ഒരു പേജിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾ വരിക. അപ്പോൾ അതായത് results.kite.kerala.gov.in എന്നുള്ള ഈ ഒരു പേജിലേക്ക് നിങ്ങൾ വരിക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ സ്കൂൾ വൈസ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ചെക്ക് സ്കൂൾ വൈസ് റിസൾട്ട്സ് എന്നുള്ള ഒരു പേജിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ സ്കൂളിൻ്റെ കോഡ് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്കൂളിൻ്റെ കോഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി പരിശോധിച്ച ഒരു സ്കൂളിൻ്റെ കോഡുണ്ട്, എന്നാൽ ഞാൻ മറ്റൊരു സ്കൂളിൻ്റെ കോഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു സ്കൂളിൻ്റെ കോഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു സ്കൂളിൻ്റെ കോഡ്, അതായത് ആ ഒരു സ്കൂളിൽ എത്ര വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൽ എത്ര വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വിദ്യാർത്ഥിയും ഈ ഒരു സ്കൂളിൽ തോറ്റിട്ടില്ല, കാരണം ഇവിടെ 15 വിദ്യാർത്ഥികളാണ് ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ എത്ര വിദ്യാർത്ഥികൾക്ക് അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ P01, P02 ഈ ഒരു രീതിയിൽ P010 വരെയാണ് കൊടുത്തിട്ടുള്ളത്. P01 എന്ന് പറയുന്നത് ഫസ്റ്റ് ലാംഗ്വേജിലെ 1ാം പാർട്ട്,
P02 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലാംഗ്വേജിലെ സെക്കൻഡ് പാർട്ട്, P03 എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ്, P04 എന്ന് പറയുന്നത് തേർഡ് ലാംഗ്വേജ്, അതായത് ഹിന്ദി അതുപോലെ ജനറൽ നോളജ് ഒക്കെയാണ് P04 വരുന്നത്. അതുപോലെ തന്നെ P05 എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്, P06 ഫിസിക്സ് ആണ്, P07 കെമിസ്ട്രി, P08 ബയോളജി, P09 മാത്സ്, P10 IT ആണ് വരിക. അതുപോലെ ഇവിടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് EHS എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സ്കൂൾ കോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു സ്കൂൾ കോഡ് കണ്ടുപിടിക്കണം, കാരണം ഹയർ സെക്കൻഡറിക്കും അതുപോലെ ഹൈസ്കൂളിനും കോഡ് വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ ഒരു സ്കൂളിൽ 8 മുതൽ 10 വരെയുള്ള ക്ലാസ് ഉണ്ട്, അതുപോലെ +1 ഉണ്ട്, +2 ഉണ്ട്. അപ്പോൾ +1 +2 എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി ആണ്. അതുപോലെ തന്നെ അതായത് ഈ ഒരു 8 മുതൽ ഈ ഒരു 10 വരെയുള്ളത് ഹൈസ്കൂളാണ്. അപ്പോൾ ഒരു സ്കൂളിൽ ഈ രണ്ട് അതായത് ഈ ഒരു ഹൈസ്കൂളും അതുപോലെ ഹയർ സെക്കൻഡറിയും ഉണ്ടാവും. അതിന് രണ്ടിനും 2 കോഡുകളാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറിയുടെ കോഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എററാണ് കാണിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഹൈസ്കൂളിൻ്റെ കോഡ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് sslcexam.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൽ നിങ്ങൾക്ക് സ്കൂൾ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലായിട്ട് തന്നെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ഏത് ജില്ലയിലെ സ്കൂളിൻ്റെ കോഡാണ് അറിയേണ്ടത്, ആ ഒരു സ്കൂൾ ഏത് ജില്ലയിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഉപജില്ല അറിയാമെങ്കിൽ ആ ഒരു ഉപജില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റ് ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് അതായത് ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ട്. കാരണം ഈ ഒരു റിസൾട്ട് പ്രസിദ്ധീകരിച്ചത് കൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് വെബ്സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്കൂളിൻ്റെ ആ ഒരു കോഡ് നിങ്ങൾക്ക് അറിയുന്നതിനായിട്ട് ഞാൻ മറ്റൊരു വെബ്സൈറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ കോഡ് അറിയാനായിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കാരണം onmanorama.com എന്നുള്ള ഒരു വെബ്സൈറ്റിലെ ആ ഒരു സ്കൂളിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒരു ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കാണ് പ്രവേശിക്കുക. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, അതായത് തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ പത്തനംതിട്ട എന്നിങ്ങനെ ഈ ഒരു 14 ജില്ലകളിലെയും സ്കൂളുകളുടെ കോഡ് ലിസ്റ്റ് കൊടുത്തത് കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഏത് ജില്ലയിലെ സ്കൂളിൻ്റെ കോഡാണ് അറിയേണ്ടത്, ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ കോഡ് നോക്കാൻ വേണ്ടി ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു പേജ്, അതായത് സ്കൂൾ വിക്കി എന്നുള്ളൊരു പേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഓരോ സ്കൂളിലെയും കോഡ് കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യത്തെ സ്കൂൾ, അതായത് ഗവൺമെൻറ് HSS അരുവിക്കര എന്നുള്ള ആ ഒരു സ്കൂളിലെ കോഡാണ് നോക്കുന്നത്. അപ്പോൾ 42003 എന്നുള്ളതാണ് ആ ഒരു സ്കൂളിൻ്റെ കോഡ്. അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ കോഡ് ഞാൻ ജസ്റ്റ് ഒന്ന്, അതായത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുകയല്ല, ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നു. അതിനുശേഷം ആ ഒരു 42003 എന്നുള്ള ആ ഒരു സ്കൂളിൻ്റെ കോഡ് ഞാൻ സെർച്ച് ചെയ്യുന്നു. അതായത് നേരത്തെയുള്ള ആ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ആ ഒരു പേജിൽ നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെയുള്ള ഈ ഒരു പേജിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു പേജിൽ ആ ഒരു സ്കൂളിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് 3200. അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ കോഡ് 42003 എന്നുള്ളതായിരുന്നു. അപ്പോൾ ജസ്റ്റ് 42003 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് വരും. അതായത് ഈ ഒരു ഗവൺമെൻറ് HSS അരുവിക്കര എന്നുള്ള ആ ഒരു സ്കൂളിൻ്റെ കോഡ് തന്നെയാണ് കൃത്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, അതായത് ഈ ഒരു സ്കൂളിൻ്റെ കോഡ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേരും കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ല തിരുവനന്തപുരം ജില്ല തന്നെയാണ്. അതുപോലെ ഈ ഒരു സ്കൂളിൽ എത്ര വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്, എത്ര വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ 0 വിദ്യാർത്ഥിയാണ് ഈ ഒരു തോറ്റിട്ടുള്ളത്. അതുകൊണ്ടാണ് ടോട്ടൽ NHS, അതായത് ഈ ഒരു തോറ്റിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും, നമ്പർ NHS എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവുക. അവിടെ 0 എന്ന് കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ വിദ്യാർത്ഥികളുടെയും റിസൾട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് EHS എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് ഓരോ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസും കൃത്യമായിട്ട് ഇവിടെ കൊടുത്തത് കാണാം. P01 P02 എന്ന് പറഞ്ഞുകൊണ്ട് P10 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. P01 ഏതാണ്, P02 ഏതാണ്. അതുപോലെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ EHS എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് എന്ന് പറയുന്നത് ആ ഒരു വിദ്യാർത്ഥി പാസ്സായിട്ടുണ്ട്. അതേസമയം ഈ ഒരു NHS എന്നാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി തോറ്റിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ഈ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള പേജിലേക്ക് പ്രവേശിക്കാവുന്നതും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൻ്റെ കോഡ് അറിയാനായിട്ട് ഒരു ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പേജിലേക്ക്, നേരത്തെയുള്ള ആ ഒരു പേജിലേക്ക് പോവുകയും, അത് ജസ്റ്റ് ആ ഒരു പേജ് ഒന്നുകൂടി കാണിച്ചു തരാം.
അപ്പോൾ ഈ ഒരു പേജിലേക്ക് പോവുകയും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓരോ ജില്ലയിലെയും സ്കൂൾ കോഡിൻ്റെ ലിസ്റ്റ് കൊടുത്തത് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതും അത് കൃത്യമായിട്ട് നേരത്തെയുള്ള ആ ഒരു പേജിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാവുന്നതും നിങ്ങളുടെ സുഹൃത്തുക്കൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.